നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുകയാണല്ലോ. ഇന്നെന്ന് പറയുമ്പോൾ സംശയിക്കേണ്ട, ടൈം സോൺ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നാളെ രാവിലെ 5:30 ഏതായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരങ്ങളുടെ ഇതുവരെയുള്ള കണക്കുകൾ, ആർക്കാണ് മുൻതൂക്കം, നമ്മളൊന്ന് പരിശോധിക്കണം. അർജന്റീൻ മാധ്യമം അത് വളരെ കൃത്യമായിട്ട് പഴയകാല കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കാം. അർജന്റീന വേഴ്സസ് കൊളംബിയ, ആർക്കാണ് മുൻതൂക്കം? അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഇതുവരെ ഫുട്ബോൾ ചരിത്രത്തിൽ പരസ്പരം നേർക്കുനേർ ഏറ്റുമുട്ടിയത് 40 തവണയാണ്. ഈ 40 തവണ കളിച്ചതിൽ 20 തവണ അർജന്റീന വിജയിക്കുകയുണ്ടായി. അതേസമയം 9 തവണ മാത്രമാണ് കൊളംബിയയ്ക്ക് വിജയിക്കാൻ പറ്റിയത്. 11 കളികൾ സമനിലയിൽ അവസാനിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് 2022 ഫെബ്രുവരി 1 അന്ന് 1-0 വിജയമാണ് കർഡോബയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് അർജന്റീന നേടിയിട്ടുള്ളത്. അത് ഖത്തർ വേൾഡ് കപ്പിനുള്ള ഒരു ക്വാളിഫയർ മത്സരമായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നത്തെ വിജയ ഗോൾ നേടിയത് ലൗട്ടറോ മാർട്ടിൻസ് ആയിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രധാനമായിട്ടും ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ കൊളംബിയ പരാജയം അറിയാത്തൊരു കുതിപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 28 മത്സരങ്ങളായിട്ട് അവർ തോറ്റിട്ടില്ല. 22 വിജയങ്ങളും 6 സമനിലകളും. ആ അൺബീറ്റൺ റൺ ഒരിക്കൽ കൂടി പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ലയണൽ സ്കലോനിയുടെ സംഘത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ ദിവസം അതിനുള്ള ഉത്തരം ലഭിക്കും. കഴിഞ്ഞില്ല. അത് ഓൾ മത്സരങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി കോപ്പ അമേരിക്കയിൽ മാത്രമായിട്ട് ഈ ടീമുകൾ 16 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 7 അർജന്റീന വിജയിച്ചപ്പോൾ 5 സമനിലയിൽ അവസാനിച്ചു. 3 കൊളംബിയ വിജയിക്കുന്ന രൂപത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനിയും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 വിജയങ്ങൾ, 5 ഡ്രോകളിലും 3 അത് കോപ്പ അമേരിക്കയുടെ എലിമിനേഷൻ സ്റ്റേജിലാണ്, അതായത് നോക്കൗട്ട് സ്റ്റേജിൽ സംഭവിച്ചിട്ടുള്ളതാണ്. നോക്കൗട്ടിൽ ഡ്രോ സംഭവിച്ചാൽ പിന്നെ ഷൂട്ടൗട്ടാണല്ലോ. 93-ലും 2015-ലും 2021-ലും ഷൂട്ടൗട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ അർജന്റീൻ ദേശീയ ടീം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എമി മാർട്ടിനസ് ഏറ്റവും ഒടുവിൽ 2021 കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ ഇതുപോലെ കൊളംബിയക്കെതിരെ മിന്നുന്ന പ്രകടനം ഷൂട്ടൗട്ടിൽ നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എറി മിനയെ ഒക്കെ അദ്ദേഹം, എഡ്വിൻ കർഡോണ, എറി മിന തുടങ്ങിയവരൊക്കെ അദ്ദേഹം പ്രകോപിപ്പിച്ചതും അന്ന് വാക്കുകൾ കൊണ്ടുണ്ടായിട്ടുള്ള പോരും പ്രശ്നങ്ങളും ഒക്കെ ഓർമ്മയില്ലേ? അപ്പം അവിടെയും മുൻതൂക്കം കൃത്യമായിട്ട് അർജന്റീനക്കാണ് എന്നർത്ഥം. പക്ഷെ കോപ്പയിൽ അർജന്റീനക്ക് അത്ര സുഖകരമല്ലാത്ത ചില അനുഭവങ്ങളുമുണ്ട്. കൊളംബിയക്കെതിരെ 3-0 ബ്രസീലിൽ വെച്ച് 99 നടന്ന ആ ഒരു കോപ്പ അമേരിക്കയിൽ അവർ തോറ്റ മത്സരമുണ്ടല്ലോ. അന്ന് മാർട്ടിൻ പലർമോ 3 പെനാൽറ്റികൾ അർജന്റീനക്കായിട്ട് മിസ് ചെയ്തത് ഒരു പക്ഷേ മുമ്പൊക്കെ കളി കണ്ടുകൊണ്ടിരുന്നവർക്ക് ഓർമ്മയുണ്ടാകും. അതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഒരു താരം പെനാൽറ്റി മിസ് ചെയ്യുന്നു, ആദ്യ പെനാൽറ്റി മിസ്, ശരി, അടുത്ത് കൊടുക്കുന്നു. കളിയിലാണിത് ഇത് സംഭവിക്കുന്നത്, കളിയിൽ സംഭവിക്കുന്നതെന്ന് കൂടി നോക്കണം. അതായത് ഷൂട്ടൗട്ടിൽ ഒരു പെനാൽറ്റിയില്ല, അങ്ങനെയല്ല. ഇതിപ്പം കളിക്കിടയിൽ 90 മിനിറ്റ് കളിക്കിടയിൽ ഒരു പെനാൽറ്റി മിസ് ചെയ്താൽ പിന്നെ സ്വാഭാവികമായിട്ട് അടുത്ത പെനാൽറ്റി വേറെ ആളെ കൊണ്ട് എടുപ്പിക്കുക, അല്ലെങ്കിൽ അയാൾ തന്നെ വേണമെങ്കിൽ എടുക്കാം. അയാൾ എടുത്തു, അതും മിസ്സായി. പിന്നെ കളി പുരോഗമിക്കും, അടുത്ത പെനാൽറ്റി കിട്ടുന്നു, അതും അയാളെ കൊണ്ട് എടുപ്പിക്കുന്നു, അതും മിസ്സാവുന്ന വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായതൊക്കെ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു എന്ന കാര്യം ഓർക്കുക. ഏതായാലും ഹിസ്റ്റോറിക്കലി അതാണ് കണക്ക്. അർജന്റീനക്കാണ് മുൻതൂക്കം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇന്നത്തെ മത്സരത്തിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ഫുട്ബോൾ.